പ്രക്ഷോഭകരുടെ ഭാഗത്തു നിന്നുള്ള രാജ്യസമ്മർദ്ദം മുറുകിയതിനെ തുടർന്നാണ് നവാസ് ഷെരീഫ് പാകിസ്ഥാൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത്. സ്പീക്കർ ചൗധരി നിസാർ തുടക്കമിട്ട ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് എത്തിസാസ് ഹസൻ ചൗധരി, ജമിയത്തുൽ ഇസ്ലാം നേതാവ് മൗലാന ഫദലുർ റഹ്മാൻ, MQM നേതാവ് ഖാലിദ് മഹമ്മൂദ് സിദ്ദീഖി, പഖ്തൂൺവ മില്ലി അവാമി പാർട്ടി നേതാവ് മഹ്മൂദ് ഖാൻ അജക്സായി, ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പാർലമെന്ററി നേതാവായ ജാവേദ് ഹാഷ്മി മുതലായവർ സംസാരിച്ചു. പ്രസംഗത്തിനു ശേഷം ഹാഷ്മി സഭയിൽ തന്റെ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹാഷ്മി ഉൾപ്പെടെയുള്ള ഇമ്രാന്റെ പാർട്ടി അംഗങ്ങൾ നേരത്തെ തന്നെ സ്പീക്കർക്ക് രാജി സമർപ്പിച്ചിരുന്നു. നവാസ് ഷെരീഫ് ഭരണത്തെ രൂക്ഷമായി വിമർശിച്ച MP-മാർ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകാതിരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. ഇന്ത്യൻ പാർലമെന്റിന് നേർക്ക് നടന്ന ആക്രമണത്തെ പാർലമെന്റ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചത് മാതൃകയാണെന്നാണ് മൗലാന ഫദലുർ റഹ്മാൻ അഭിപ്രായപ്പെട്ടത്. അച്ചക്സായിയും ഇതേ വികാരമാണ് പങ്കുവച്ചത്. എന്നാൽ നവാസ് ഷെരീഫിനെ വിമർശിക്കുന്നതായിരുന്നു ജാവേദ് ഹാഷ്മിയുടെ പ്രസംഗം. ഇമ്രാൻഖാന് പിന്നിൽ രാജ്യത്തെ യുവാക്കൾ ഒന്നടങ്കമുണ്ടെന്നും ജനവികാരത്തെ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുതെന്നും ഹാഷ്മി പറഞ്ഞു. സംയുക്ത സമ്മേളനം നാളെ കാലത്ത് പുനരാരംഭിക്കും. ചർച്ചക്കൊടുവിൽ നവാസ് ഷെരീഫ് സഭയിൽ മറുപടി പറയുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 ന്യൂഡൽഹി.